കഴിഞ്ഞ ദിവസങ്ങളിലായി രാഹുലിനെതിരെ വീണ്ടും പരാതികൾ വന്നിരിക്കുകയാണ്. അതിന് പിന്നാലെ പല സൈബർ സഖാക്കന്മാരും രാഹുലിനെ വലിയ രീതിയിൽ ക്രൂശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ സത്യങ്ങൾ പുറത്തു വന്നിട്ടും ഈ സൈബർ സഖാക്കൾ എന്തേ അതിനോടൊന്നും പ്രതികരിക്കാത്തത് എന്നൊരു ചോദ്യം വലിയ രീതിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പിണറായി വിജയനെയും CPM-നെയും അല്ലെങ്കിൽ LDF-നെയും ഇടതുപക്ഷത്തെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണോ ഈ രാഹുൽ വിഷയം മാധ്യമങ്ങൾ വീണ്ടും എടുത്തിപ്പോൾ ഇട്ടിരിക്കുന്നത്? അല്ല, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയത്തിന് മേൽ നമ്മൾ പ്രതികരിക്കുന്നപ്പോഴാണ് ആദ്യമായ വിഷയം ഒരു വിഷയം പുറത്തു വരുമ്പോൾ നമ്മൾ അതിനെ പ്രതികരിക്കും. അത് ഏറ്റെടുത്ത് മറ്റവർ അതിന് എതിരഭിപ്രായം പറയും. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഷയം വരികയാണ്, ശബരിമല വിഷയം. CPM എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത്? ആ പ്രതിരോധിക്കുന്നതിന് അതിൻ്റെ തെളിവുകൾ നിരത്തിക്കൊണ്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് വിഷയമാകുന്നൊരു കാര്യമല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇപ്പുറത്ത് നിന്ന് പ്രതിപക്ഷം അതിനെ പ്രതികൂലിക്കുന്ന കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ ഭരിക്കുന്ന പക്ഷത്തിനെതിരെ കൊടുക്കുകയാണ്, CPM-നെതിരെ പറയുകയാണ്. അപ്പോൾ CPM വീണ്ടും പ്രതികരണങ്ങൾ നടത്തും. ഈ പ്രതികരണങ്ങൾക്ക് പുറകെയാണ് ആളുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രതികരണങ്ങൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എങ്ങനെയാണ്? ഓരോ ആളുകളും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വിഷയം ഇങ്ങനെ നിലനിന്നു പോകും. ശബരിമല CPM മനഃപൂർവ്വമാണ് ഇതിൽ പ്രതികരിക്കാത്തത്. അതെ, യാതൊരു രീതിയിൽ ഇത്രയും വലിയ വിഷയങ്ങൾ നടത്തണം CPM-നെ പ്രതിസ്ഥാനത്താക്കിയിട്ട് ശബരിമല വിഷയത്തിൽ CPM പ്രതികരിച്ചു കഴിഞ്ഞാൽ പല നേതാക്കന്മാരും ഇവിടെ നെഞ്ചത്തടിച്ച് കരയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് CPM വാ തുറക്കാത്തത്. ഇപ്പം CPM ശബരിമല വിഷയത്തിൽ പത്മകുമാറിനെതിരെ ആക്ഷൻ എടുക്കുകയാണ്, സസ്പെൻഡ് ചെയ്യുകയാണ്, പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. പത്മകുമാർ വാ തുറക്കും. പത്മകുമാർ വാ തുറന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പല നേതാക്കന്മാരുടെയും കളി വിളിച്ചെത്താവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, CPM-നെ സംബന്ധിച്ച് ഇത്രയും വലിയ വിഷയം വന്നിട്ടും ഇന്നും ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ജയിലിൽ പോവുകയോ അല്ലെങ്കിൽ പ്രതിയായി കുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം ഇന്നും പാർട്ടിയിൽ അംഗങ്ങൾ തന്നെയാണ്. അവർക്ക് ആ സ്ഥാനത്തൊന്നും മാറ്റമില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു ആരോപണം വന്ന ആ സമയത്ത് തന്നെ അന്ന് തന്നെ പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് MLA സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഇതിനകത്ത് മറ്റൊരു കാര്യം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാറ്റ് പുറത്തു വരുന്ന ഒരു സമയം, ആ സമയത്ത് കേരളത്തിൽ അതിനുശേഷം നടക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പത്മകുമാറിനെ SIT കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതായത് കോടതി കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. 2 ദിവസത്തേക്കും കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ മാർക്ക് കൊള്ളയുമായിട്ട് ഒരു 100 കോടിയുടെ അഴിമതിയുടെ കേസ് അത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നു തുടങ്ങിയത്. അതായത് ഒരു വെടിക്ക് ഒന്നിലധികം പക്ഷികളാണെങ്കിൽ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം. അതുകൊണ്ട് എന്താണ് ഇപ്പൊ ഇത്രയും വിഷയങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആളുകൾ എവിടേക്കാണ് പോകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഇവരെ സംബന്ധിച്ച് ഇതൊരു രാഷ്ട്രീയ അജണ്ടയുടെ പേരിലാണെങ്കിൽ ഒരാഴ്ച ഈ രാഹുൽ മാങ്കൂട്ടം പോകുമെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആ ചാറ്റ് കൃത്യമായിട്ട് പുറത്തുവിട്ടുള്ളത്. ഇപ്പൊ ഈ ബാർക്കുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ അറിയുന്നുണ്ടോ? ഇത് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ചാനലുകളും മറ്റ് ചാനലുകളും അല്ലെങ്കിൽ ജേർണലിസ്റ്റുകളുടെ ഇടയിൽ മാത്രമായിട്ടാണ് ഇപ്പൊ ചർച്ച ചെയ്ത് നിൽക്കുന്നത്. സാധാരണപ്പെട്ട ജനങ്ങൾ പോലും ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ ആ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് മറച്ചു വയ്ക്കപ്പെടുന്നത്? ഇപ്പൊ ശബരിമല വിഷയമാണെങ്കിൽ പോലും CPM എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം പ്രതികരിച്ചെങ്കിൽ മാത്രമേ ആ വിഷയങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ശ്രദ്ധ ചെലുത്തുകയുള്ളൂ. പ്രതികരിക്കാത്ത സാഹചര്യത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇട്ട് അടിച്ചുകൊണ്ട് പോകാമെന്നാണ് ഒരു സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഇവർ നോക്കിക്കാണുന്നത്. അല്ല, ഈ പറയുന്ന CPM-നെ സംബന്ധിച്ചാണെങ്കിലും മറ്റൊന്നും കോൺഗ്രസിനെതിരെ പറയാനില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന് 1000 കുറ്റങ്ങൾ CPM-നെ കുറിച്ചും LDF-നെ കുറിച്ചും പറയാനുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് ഇതെല്ലാം തന്നെയും ചർച്ച ചെയ്യപ്പെടും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എന്നിട്ട് പോലും ഇതിനെല്ലാം പ്രതിരോധിക്കാൻ രാഹുൽ എന്ന ഒറ്റ കണ്ണിയെ മാത്രം ഉപയോഗിക്കുമ്പോൾ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കോൺഗ്രസിന്റെ ആ ഒരു പെട്ടെന്നുള്ളൊരു നിലപാടിനെ കുറിച്ചാണ്. കാരണം രാഹുൽ അത്രത്തോളം ഇവർക്കൊരു അസറ്റായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ രാഹുലിനെ പോലൊരു വ്യക്തി പാർട്ടിയിൽ ഉള്ളിടത്തോളം കാലം പാർട്ടി ഒരിക്കലും താഴെ പോകില്ല എന്ന് പലയിടങ്ങളിലും തെളിഞ്ഞിട്ടുള്ളതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ വിഷയം ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ? പിണറായി വിജയന്റേതായിട്ടുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ, ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ശബരിമല വിഷയം. അതിനപ്പുറത്തേക്ക് കേരളം ഇന്ന് വിലക്കയറ്റത്തില് 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് കൃത്യമായിട്ട് ആളുകൾ ചർച്ച ചെയ്യും. അതെ, തീർച്ചയായിട്ടും. 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് എന്തായിരുന്നു വിലയുണ്ടായിരുന്നത്? അതിന്റെ എല്ലാം ഡബിൾ ഇരട്ടിയും ട്രിപ്പിൾ ഇരട്ടിയും ആയിട്ട് ഓരോ സാധനങ്ങളുടെയും വില കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞൊരു വാഗ്ദാനമായിരുന്നു ഇനി കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സർക്കാരാണ്. ദേശാഭിമാനിയിൽ വലിയ കോളത്തിൽ അച്ചടിച്ചു വന്നൊരു വാർത്തയായിരുന്നു, ഇനി കേരളത്തിൽ വിലക്കയറ്റമില്ല, വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്താൻ വലിയൊരു മജീഷ്യൻ വന്നിരിക്കുന്നു, സഖാവ് പിണറായി വിജയൻ.
ഇനി അദ്ദേഹം എല്ലാം നോക്കിക്കോളും, LDF വരും, എല്ലാം ശരിയാവും. ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾക്കൊടുവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊന്നും പരിഹരിക്കാത്തൊരു സാഹചര്യമാണ്. ഈ ഇലക്ഷൻ അടുക്കാറായപ്പോഴത്തേക്ക് 2000 രൂപ സർക്കാർ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിൽ സർക്കാർ എന്ത് നിലപാടാണ് എടുത്തത് എന്നിപ്പോഴും സർക്കാർ ബോധിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം CPM-നെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിയമസഭയിലാണെങ്കിലും പുറത്താണെങ്കിലും ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭരണപക്ഷത്തിന് അടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വടിയായിട്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒറ്റ വിഷയമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അതാലോചിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയമില്ലായിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാതെ തന്നെ ഈ ഒരു ഇലക്ഷനിൽ സിമ്പിൾ ആയിട്ട് വിജയിച്ചു വരാൻ സാധിക്കുമായിരുന്നു. വിഷയം മാത്രമല്ല, കേരള രാഷ്ട്രീയം എടുത്തു. കേരള രാഷ്ട്രീയത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പുകളും നോക്കിയാൽ മതി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ത്രീ വിഷയമില്ലാത്ത തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ കാണാൻ കഴിയാത്ത അവസ്ഥ. അല്ല, ഈ ഒരു സ്ത്രീ വിഷയം CPM-ന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായിരുന്നതെങ്കിൽ പാർട്ടി പൂർണ്ണമായും അവരെ സംരക്ഷിക്കുമായിരുന്നു. വേണമെങ്കിൽ ആ ഒരു സ്ത്രീക്കെതിരെ പരാതി നൽകിക്കൊണ്ട് ഈ പറയുന്ന വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമുക്കറിയാം ഈ ഒരു സമയത്ത് ഇത് CPM ആയിരുന്നെങ്കിൽ പുറത്തൊരു കുഞ്ഞു പോലും അറിയില്ല. അതെ, ഇതിപ്പോ പാർട്ടിക്കുള്ളിൽ തന്നെ എല്ലാം അവസാനിക്കുമായിരുന്നു. പാർട്ടിക്കുള്ളിൽ മാത്രമല്ല, അവര് തമ്മിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിലേക്ക് CPM അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് അപ്പം തന്നെ തീർത്തന്നെ. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിലെ എല്ലാവർക്കും വിഭിന്ന അഭിപ്രായമാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്നെ നിൽക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. അപ്പം അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അത് കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവരാനും കൂടുതൽ അന്വേഷണം നടത്താനും വേണ്ടിയിട്ട് കോൺഗ്രസ് വഴിയൊരുക്കുകയാണ്. അല്ല, CPM യഥാർത്ഥത്തിൽ കോൺഗ്രസിന് നല്ലൊരു വഴി വെട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു വിഷയം ഇത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ജനങ്ങൾ പൊട്ടന്മാരല്ല എന്നുള്ളത് CPM മനസ്സിലാക്കണം. ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മാത്രമേ പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കാനുള്ളൂ എന്നൊരു ചോദ്യം ജനങ്ങൾക്കിടയിൽ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഇന്ന് ജനങ്ങൾ പഴയതിലും കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുലിന് പൊതുവെ നല്ലൊരു ഇപ്പം കഴിഞ്ഞൊരു വിഷയം, അത് ആദ്യത്തെ സ്ക്രീൻഷോട്ട് ഓടിക്കുകയും പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ നല്ല രീതിയിൽ പ്രതിസന്ധിയിലാകുന്നൊരു വിഷയം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം രാഹുൽ ഒന്ന് ട്രാക്ക് പിടിച്ചു വരുന്ന ഒരു സമയത്താണ് വീണ്ടും ഈ ഒരു വിഷയം വരുന്നത്. അതായത് രാഹുലിനോടുള്ള ഭയം കൊണ്ടാണ് രാഹുൽ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ഒരു ക്രൗഡ് പുളറായി ജനങ്ങളെ ചേർത്ത് നിർത്തിയത്, പ്രത്യേകിച്ച് യുവാക്കളെ ചേർത്ത് നിർത്തിയത്. ആ ഒരു രീതിയിലേക്ക് രാഹുൽ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നത് അല്ല. ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, രാഹുൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുലിനെ ശിക്ഷിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയുണ്ടായി, ഞങ്ങൾ രാഹുലിനെതിരെ പാർട്ടിയിൽ എടുക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ ഞങ്ങൾ എടുത്തു, അല്ലെങ്കിൽ ഏറ്റവും വലിയ നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു. ഇനി ആരാണ് നടപടി എടുക്കേണ്ടത്? ഇവിടുത്തെ പോലീസ്, ഇവിടുത്തെ പിണറായി സംവിധാനമാണ് നടപടി എടുക്കേണ്ടത്. അല്ലാതെ കോൺഗ്രസിന് പാർട്ടി കോടതിയൊന്നുമില്ല. പാർട്ടി അവരെ വിളിച്ചിരുത്തിയിട്ട് അഭിപ്രായങ്ങൾ തേടിയിട്ട് പാസ്സാക്കാൻ വേണ്ടിയിട്ട് പാർട്ടി കോടതിയൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അവിടെ പുറത്താണ് ബാക്കി കാര്യങ്ങളല്ല. ഇവിടുത്തെ നീതിപീഠ വ്യവസ്ഥയിലാണ് അവരെല്ലാം ഉന്നയിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഇവിടുത്തെ പോലീസാണ്, പിണറായി വിജയനാണ് ഈ കാര്യങ്ങൾ നോക്കി. ഇപ്പൊ രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം. അപ്പം അതിന് പോലും കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അത് ഇനി ഭരണപക്ഷം ഇനി എത്ര നാളെ രാഹുലിനെ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകും എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. എന്താണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് രാഹുലിനെതിരെ ഇപ്പം പൊട്ടിച്ചതിനേക്കാളും വലിയ എന്തെങ്കിലും ബോംബുകളുമായിട്ടായിരിക്കും ഇവിടുത്തെ പിണറായി വിജയനും ഭരണപക്ഷവും വരാൻ പോകുന്നത്.